എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡെക്കോറും ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കുന്നതിന് മുന്നേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. കാരണം നമ്മൾ ഇത് വേസ്റ്റ് ആയിട്ട് വരുന്ന വുഡും നമ്മുടെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ക്ലേയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലത്തെ വുഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള കുറെ വുഡ്സ് ഉണ്ടാവും. അപ്പൊ അത് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കാം. നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ അടിയിൽ തന്നെ നമുക്ക് കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നതുകൊണ്ട് ഇതുപോലത്തെ വുഡ്സും അങ്ങനെയുള്ള കുറെ വേസ്റ്റ് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ കിട്ടിയതാണ് ഈ ഒരു വുഡിന്റെ പീസ്. പിന്നെ ഇതിന്റെ മേളിലായിട്ട് പെയിന്റ് അടിച്ചതിന് ശേഷം ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കി വെക്കാം. നമ്മുടെ കോമ്പസോ അല്ലെങ്കിൽ അതുപോലുള്ള ഷാർപ്പായിട്ടുള്ള എന്ത് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ചധികം ഹോൾസ് ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇനി ഈ ഒരു ക്ലേന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ക്ലേ ആണ്. ഇതിന്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെറും കോൺഫ്ലോറും ഫെവിക്കോളൊക്കെ മാത്രം വെച്ച് ഉണ്ടാക്കുന്ന ഈ ഒരു ക്ലേ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നീ ക്യാൻ ഓൾസോ സ്റ്റാർട്ട് എ ബിസിനസ്. ഈ ഒരു സാധനം മാത്രമല്ല, പല പല രീതിയിലുള്ള ഡെക്കോസ്, കീ ചെയിൻസ്, ബാഗിന്റെ ചാംസ്, അങ്ങനെ കുറെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ്, കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സും പിന്നെ ലീവ്സ്, പിന്നെ കുറച്ച് ഹണി ബീസ്, ഇതൊക്കെ നമ്മുടെ ക്ലേ വെച്ച് ഒരു ബിഗിനറിന് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു മെറ്റൽ വയറിൽ കുത്തിയതിനു ശേഷം പെയിന്റ് ഒക്കെ അടിച്ചിട്ട് നമ്മൾ ഈ ഒരു വുഡില് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഫ്ലെക്സ് ക്യൂക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. ഇനി ഈ ഹോം മെയ്ഡ് ക്ലേന്റെ റെസിപ്പി വേണമെന്നുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ബൈ ബൈ.